സംസ്ഥാനത്തെ നിപ ബാധയിൽ കൊമ്പുകോർത്ത സർക്കാരും പ്രതിപക്ഷവും നിപയെ സർക്കാർ ഗൗരവമായി കണ്ടില്ലെന്നും ആരോഗ്യ മേഖലയിൽ ഇപ്പോഴുള്ളത് അത്യന്തം ശോചനീയമായ അവസ്ഥയാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കെ മുരളീധരൻ വിസിറ്റിംഗ് മന്ത്രിയാകരുതെന്നായിരുന്നു മുഹമ്മദ് റിയാസ് MLA വിമർശനം. മന്ത്രി കോഴിക്കോടെത്തി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ടതായിരുന്നുവെന്ന് മുൻ മന്ത്രി കെ ശൈലജ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഉയരുന്നത് രാഷ്ട്രീയ വിമർശനം മാത്രമാണെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വിഷയത്തിലെ മറുപടി. കോഴിക്കോട്ടെ നിപ ബാധയ്ക്ക് പിന്നാലെ സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷം. നിപ കോവിഡ് പോലുള്ള പകർച്ചവ്യാധി സമയത്ത് LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ആരോഗ്യവകുപ്പിനും വകുപ്പ് മന്ത്രിക്കും നേരെയുള്ള ആക്രമണശരങ്ങൾ. രോഗബാധയെ സർക്കാർ ഗൗരവത്തോടെ കണ്ടില്ലെന്നും ജാഗ്രതയോടെയുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ആരോഗ്യമേഖല സജ്ജമാക്കാനും ഇടപെടൽ നടത്താനും സർക്കാർ മുൻകൈയെടുത്തില്ലെന്നും പിണറായിയുടെ വിമർശനം. ഇതേവരെ ആരോഗ്യമന്ത്രി ഇവിടെ വന്നിട്ടില്ല. ഈ നിപ്പയുടെ ഗൗരവ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതനുസരിച്ചുള്ള ജാഗ്രതയോടെയുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതേവരെ ഉണ്ടായില്ല, ഇനിയും ഉണ്ടാകണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. നിപ സ്ഥിരീകരിച്ച് 4 ദിവസമായിട്ടും കോഴിക്കോട് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്താത്ത വകുപ്പ് മന്ത്രിക്കെതിരെ ബേപ്പൂർ MLA മുഹമ്മദ് റിയാസും രംഗത്തെത്തി. ഒരു വിസിറ്റിംഗ് പ്രൊഫസറെ പോലെ ഇവിടെ വന്നു പോകേണ്ടവരല്ല മന്ത്രിമാർ. കോഴിക്കോടിനൊരു മന്ത്രി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കോഴിക്കോടിന് മന്ത്രിയാണെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോഴിക്കോട് നിന്ന് പ്രസംഗിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ 4 ദിവസമായിട്ടും വിസിറ്റിംഗ് പ്രൊഫസർമാരെ പോലെ വന്നു പോകാൻ പോലും ഒരു മന്ത്രി തയ്യാറായിട്ടില്ല. ഇവിടെ ക്യാമ്പ് ചെയ്യണ മന്ത്രിമാർ. സമ്പർക്ക പട്ടികയിലുള്ളവരെ ഫോണിൽ വിളിക്കാൻ അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് മുഹമ്മദ് റിയാസ് കോഴിക്കോട്ടെ കൺട്രോൾ റൂമിൽ പ്രതിഷേധിച്ചു. നിരീക്ഷണത്തിലുള്ളവരെ ജനപ്രതിനിധികൾ വിളിക്കേണ്ടതില്ലെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചതിന് പിന്നാലെ MLA മടങ്ങിപ്പോയി. നിപ പ്രതിരോധ പ്രവർത്തനം ആരോഗ്യമന്ത്രി ജില്ലയിലെത്തി ഏകോപിപ്പിക്കേണ്ടതായിരുന്നുവെന്ന് മുൻ മന്ത്രി കെ ശൈലജ പറഞ്ഞു. ഒരു ജില്ലയിൽ ഉണ്ടാകുമ്പോൾ ആ ജില്ലയിൽ ചെന്ന് അവിടുത്തെ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകരെ എല്ലാം വിളിച്ചു ചേർത്ത് ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാകും. ഉദ്യോഗസ്ഥന്മാരെല്ലാം നല്ല ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ വ്യത്യസ്ത അഭിപ്രായഗതിക്കാരൊക്കെ ഉണ്ടാകും. അതൊരു ഏകോപനമായിട്ട് ഒരേ അഭിപ്രായമായിട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് ആ തീരുമാനത്തിൻ്റെ കൂടെ എല്ലാവരും നിന്ന് പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടാകാൻ അവിടെ മന്ത്രി ഉണ്ടായിരിക്കുന്നത് ഏറ്റവും വലിയ ഉപകാരപ്രദമായ കാര്യമായിരിക്കുമെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. കേരളത്തിലെ ആരോഗ്യരംഗം മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം തുടരുന്നുവെന്ന് മുൻ മന്ത്രി ശിവൻകുട്ടിയും വിമർശിച്ചു. എന്തൊക്കെയാ കഴിഞ്ഞ മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ എന്തൊക്കെ നടന്ന് ആശുപത്രി പൊളിഞ്ഞു വീണ സംഭവം, മനുഷ്യ ശരീരത്തിൽ ഉറുമ്പ് അരിക്കുന്ന സംഭവം, മരുന്ന് മാറിക്കൊടുത്ത സംഭവം. കഴിഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രി വീണയുടെ കാലഘട്ടത്തിൽ 5 വർഷക്കാലം കൊണ്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ 2 ആഴ്ചക്കാലമായിട്ട് ഉണ്ടായിരിക്കില്ലേ? എന്നാൽ പ്രതിപക്ഷ വിമർശനങ്ങൾ തള്ളി ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തി. ഇപ്പോൾ ഉയരുന്നത് രാഷ്ട്രീയ വിമർശനം മാത്രമാണെന്നും വീണുകിട്ടിയ ആയുധം പോലെ പെരുമാറുന്നത് ശരിയല്ലെന്നും ആരോഗ്യമന്ത്രി. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ, ഉദ്യോഗസ്ഥന്മാരെ വിളിക്കണം, നിർദ്ദേശം കൊടുക്കണം. അപ്പോൾ ഇതിലൊക്കെ എടുക്കുന്ന സമീപനം തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇതൊരു വീണ് കിട്ടിയ ഒരായുധം പോലെ പ്രതിപക്ഷം പെരുമാറുന്നത് ശരിയല്ല. സർക്കാർ രാഷ്ട്രീയ ഗിമ്മിക്കുകളിൽ വിശ്വസിക്കുന്നില്ലെന്നായിരുന്നു കോഴിക്കോട് നോർത്ത് MLA കെ ജയന്തിന്റെ പ്രതികരണം. ഇതുപോലുള്ള ഷോ കാണിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ 2 പിണറായി സർക്കാരിലും ആരോഗ്യവകുപ്പിന് നേതൃത്വം കൊടുത്ത 2 മന്ത്രിമാരും ഇന്ന് വീട്ടിലിരിക്കുന്നത്. ഈ തള്ളലുകളിലല്ല ജനം വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് ഈ സർക്കാർ പോയതും അതുകൊണ്ടാണ്. ഈ വലിയ രീതിയിൽ ഇതിൻ്റെ മുകളിൽ കോലാഹലം നടത്തുന്നവർ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ കെ മുരളീധരൻ നാളെ കോഴിക്കോടെത്തി നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.